അപ്പോൾ അതേ നമ്മൾ രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട്. ഒരു 7 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ക്രിസ്മസും കൂടിയാണ്. കുട്ടികളില്ല, കുട്ടികളെ നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ കുട്ടികളില്ലാത്ത ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. ഞങ്ങളുടെ ഒരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വെച്ചു. ക്രിസ്മസും ആണല്ലോ, വലുതായിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ചിക്കൻ വെക്കണം, അത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ ഇന്നലെ കുഴിമന്തി മേടിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ. അപ്പോൾ അതിൻ്റെ റൈസ് ബാക്കി ഇരിപ്പുണ്ട്. അപ്പോൾ ഏട്ടന് ചോറ് മതി പറഞ്ഞു, എനിക്ക് അത് മതി. കുഴിമന്തിയുടെ റൈസ് ഉണ്ട്. അപ്പോൾ ചിക്കൻ കറി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഡേ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതേ നമ്മളിപ്പോൾ അടുക്കളയിലാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചായ വെക്കാം. അപ്പോൾ ചായ വേണ്ട, നമുക്കിന്ന് കാപ്പി കുടിക്കാം കേട്ടോ. അപ്പോൾ കാപ്പിയാണിന്ന് വെക്കാൻ പോകുന്നത്. അപ്പോൾ കാപ്പി അവിടെ ഇരുന്നാവട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് എന്താ ഉണ്ടാക്കാന്ന്, അപ്പോൾ എനിക്ക് മാത്രമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ എന്താ ഉണ്ടാക്കാന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏട്ടനാണെങ്കിൽ ഏട്ടൻ പറഞ്ഞു എനിക്ക് ചോറ് മതി, രാവിലെ മോരൊക്കെ കൂട്ടി ചോറ് കഴിക്കാനാണ് ഏട്ടന് ഇഷ്ടം കേട്ടോ. അപ്പോൾ എന്താ ഇപ്പം ഉണ്ടാക്കുക? സേമിയ ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് സേമിയ ഇരിപ്പുണ്ട്. അപ്പോൾ സേമിയ ഉപ്മാവ് ഉണ്ടാക്കിയാലോ ഞാൻ ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഒരാൾക്ക് വേണ്ടി ഉണ്ടാക്കണം, അതാണ് ഒരു പ്രശ്നം. നോക്കാം. അപ്പോൾ ഇതേ ഞങ്ങൾക്ക് ഇന്നലെ ക്രിസ്മസ് കിറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ക്രിസ്മസ് കിറ്റ് ചേർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രിസ്മസ് കിറ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതേ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചേക്കുവാണ് കേട്ടോ. ഞാനൊന്നും എടുത്തു വെച്ചിട്ടില്ല. പിന്നെ ചിക്കനും ഡക്കൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ റെഡി ആക്കണം. പക്ഷെ ഇന്ന് കുട്ടികളില്ലാത്തതുകൊണ്ട് ഒരു സുഖമില്ല, അതൊന്നും ഉണ്ടാക്കാനായിട്ടൊരു താല്പര്യമില്ല എനിക്ക്. അപ്പോൾ ചിക്കൻ കറി മാത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ബിരിയാണി റൈസും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ കിറ്റിൽ. പക്ഷേ നമുക്ക് അവരില്ലാതെ എങ്ങനെ ഉണ്ടാക്കാം? അപ്പം ഉണ്ടാക്കണ്ട വിചാരിച്ചു. അപ്പോൾ ഇതേ ചിക്കൻ നമുക്കിനി എടുത്തിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കാം. ഇത് ക്രിസ്മസ് കിറ്റിലെ ചിക്കൻ അല്ല കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നതാണ്. ക്രിസ്മസ് കിറ്റിലെ ചിക്കൻ്റെ കാര്യം ഞാൻ മറന്നുപോയായിരുന്നു. അപ്പോൾ ആദ്യം നമുക്കിത് എടുക്കാം. അപ്പോൾ അത് അവിടെ കിടന്ന് വെള്ളത്തിൽ ഇട്ട് ശരിയാവട്ടെ, ഐസൊക്കെ പോട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കിറ്റിലെ ഉള്ളിയൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് മാറ്റാം കേട്ടോ. എല്ലാം കൂടി മിക്സാണ്. ചെറിയ ഉള്ളിയും സവോളയും എല്ലാം മിക്സാണ്. ആദ്യം നമുക്ക് ചെറിയ ഉള്ളി, വെളുത്തുള്ളിക്കൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. വെളുത്തുള്ളി ഒന്നും വാങ്ങാനേ പറ്റില്ല. അപ്പൊ നമുക്ക് ചിക്കനിലേക്കുള്ള ഉള്ളി എടുക്കാം കേട്ടോ. വെളുത്തുള്ളി, ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നാക്കാം. കുട്ടികളില്ലാത്തോണ്ട് ഒരു ഇതും ഇല്ല കേട്ടോ, ബഹളം ഇല്ല, ഒന്നുമില്ല. അതുകൊണ്ട് എന്തോ പോലെയാണ് കേട്ടോ. അവരുണ്ടെങ്കിൽ പിന്നെ തല്ലൂടിയിട്ടും
വഴക്ക് പറഞ്ഞിട്ടും തല്ലിയിട്ടൊക്കെ സമയം പോണതേ അറിയില്ല. അത് ഇല്ലാത്തോണ്ട് ഒരു സുഖമില്ല, ബഹളേ ഇല്ല തീരെ. കൂടെയുള്ളപ്പോ വില അറിയില്ല എന്ന് പറയില്ലേ, അതേപോലെയാണ് കേട്ടോ. ഓ കണ്ടെരിയുന്നേ. ഭയങ്കര എരിച്ചു. ഓ സവാള എരിഞ്ഞിട്ട് ആകെ കണ്ണൊക്കെ വയ്യാട്ടാ. അപ്പൊ നമുക്ക് 3 സവാള ഇട്ടാ ഞാൻ ചിക്കനിലേക്ക് എടുത്തിരിക്കണത്. 2 സവാള നമുക്ക് മാറ്റി വയ്ക്കാം, കരയാൻ വയ്യ. നമുക്ക് വെളുത്തുള്ളി ഉണ്ട് നന്നാക്കാറ്. അപ്പൊ നമുക്ക് ഉള്ളിയും ഇതൊക്കെ വേഗം അരിഞ്ഞ് വെക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഉള്ളി തക്കാളി പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആയിട്ടുണ്ട്. ചിക്കൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഐസ് പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനിയും കുറച്ചുകൂടി ഐസ് പോവാനുണ്ട്. അപ്പോൾ ഐസൊക്കെ പോവട്ടെ. അപ്പോഴേക്കും നമുക്ക് അടിച്ചോരിയിട്ട് വരാം. അലക്കും വിരിയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നേരെ പോയി കുളിക്കാം. കുളിച്ച് കഴിഞ്ഞിട്ട് നമുക്കിനി ചിക്കൻ കറി കാര്യങ്ങളൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അടുക്കളയിലേക്ക് പോകാം. ഇതിപ്പോൾ കാപ്പി കുടിക്കാം. ഏട്ടന് വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കാപ്പി എടുക്കാം.
അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാം. നമ്മുടെ ബ്രെഡ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ചിക്കൻ കറിയും കൂട്ടിയിട്ട് കഴിക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതാണ് കേട്ടോ. ഇത് ലേറ്റായി, 10 മണിക്ക് കഴിഞ്ഞു കേട്ടോ. ചിക്കൻ കറി ആയി വരാനായിട്ട് സമയമെടുത്തു. എന്തായാലും ബ്രെഡും കൂട്ടി കഴിക്കാം. അപ്പോൾ ദേ ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ദേ ബ്രെഡും ചിക്കൻ കറിയും കഴിക്കാനായിട്ട് പോവാം ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ സിനിമ കണ്ടിട്ടാണ് കഴിക്കാൻ പോകുന്നത്. ഇല്ല പരിജ്ഞാനില്ലേ? അപ്പൊ ദേ നമ്മുടെ ഉച്ചക്കുള്ള മന്തി റൈസ് ഇന്നലത്തെ ബാക്കി ഉണ്ടായിരുന്നല്ലോ, അത് ദേ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ദേ ചിക്കൻ വറക്കാനുണ്ട് കേട്ടോ. അപ്പൊ ചിക്കൻ വറക്കാനായിട്ട് ദേ എടുത്തിട്ടുണ്ട്. ദേ പെരട്ടി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്കത് വറുത്തെടുക്കാം. അപ്പൊ ദേ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ദേ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പം ഞാൻ മാത്രമേ ഏട്ടോ കഴിക്കണുള്ളൂ. ഏട്ടൻ കുറച്ച് നേരത്തെയാണ് കഴിച്ചിട്ടുള്ളത്, അതുകൊണ്ട് ഏട്ടൻ ഇപ്പം വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ദേ മന്തി, മയണൈസൊക്കെ ഇവിടെ സ്റ്റോക്കാണ് കേട്ടോ. അപ്പോൾ ദേ 2 ചിക്കൻ ഫ്രൈ കൂടി എടുക്കുന്നുണ്ട്. എൻ്റെ ലെഗ് പീസ്. അപ്പോൾ ദേ ഈവനിങ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദേ നമുക്ക് കുറച്ച് ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാനുണ്ട്. അപ്പോൾ നമുക്ക് മടക്കൽ പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ ദേ ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ കുറച്ച് നേരം ഉറങ്ങി കേട്ടോ. ഉറങ്ങിയതിന് ശേഷമാണ് ഇപ്പോൾ ഞാൻ ഈ മടക്കി വെക്കൽ തുടങ്ങിയത്. അപ്പോൾ കുറേ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു കേട്ടോ മടക്കാനായിട്ട്. മടി കാരണം ഇങ്ങനെ വെച്ചേക്കുമായിരുന്നു. അപ്പോൾ 2 ദിവസത്തെ ഡ്രസ്സാണ് കേട്ടോ ഈ കിടക്കുന്നത്. അപ്പോൾ അതെല്ലാം ഞാൻ മടക്കി ഷെൽഫിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോഴേക്കും ഇതേ പുറത്ത് സൗണ്ട് കേട്ടപ്പോൾ ഇതേ കുഞ്ഞൂട്ടൻ ഇതേ കളിക്കാനായിട്ട് വന്നേക്കുവാണ് കേട്ടോ. അമ്മ ഇതേ അപ്പുറത്തെ വീട്ടിലത്തെ ചേച്ചിയായിട്ട് സംസാരിച്ച് നിൽക്കുന്നുമുണ്ട്.
അപ്പോൾ നമുക്കിനി ബെഡിലെ ബെഡ്ഷീറ്റ് മാറ്റണ്ടായിരുന്നു കേട്ടോ. ഞാൻ അലക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ വിരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ രാത്രി കിടക്കാറായപ്പോൾ വിരിച്ചിടുവാണ്. ഫാൻ ഇട്ടിട്ടുള്ള കാരണം വിരിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാണ് കേട്ടോ ബെഡ്ഷീറ്റ്. ഞാൻ ഒരു വിധത്തിൽ അങ്ങ് വിരിച്ചു. അല്ലെങ്കിൽ അമ്മൂസാണ് കേട്ടോ എന്നെ സഹായിക്കാറുള്ളത് ബെഡ്ഷീറ്റ് വിരിക്കാനൊക്കെ ആയിട്ട്. കുട്ടികളെ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം അടി കൂടാൻ അവരെ കിട്ടുന്നില്ലല്ലോ എന്നൊരു സങ്കടം കേട്ടോ. എപ്പോഴും അടിയായിരിക്കും കേട്ടോ ഞങ്ങൾ തമ്മിൽ. അമ്മൂസാണെങ്കിലും അപ്പൂസാണെങ്കിലും നല്ല രസമായിരുന്നു. ഇപ്പോൾ അവരില്ലാത്തതുകൊണ്ട് എന്തോ വീട് ഉറങ്ങിയ പോലെയാണ് കേട്ടോ. ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ഒരു സങ്കടം ഫീൽ ചെയ്യുന്നു. അവരില്ലാത്തതുകൊണ്ട് ഒരു ആളില്ലാത്ത പോലെ. ഇപ്പം ഞങ്ങൾ രണ്ടുപേരല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഒരു സങ്കടം. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കാനായിട്ട് മറന്നുപോയി. നൈറ്റ് ഫുഡിങ് എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ബ്രഷ് ചെയ്യാൻ വന്നേക്കുവാണ്. അപ്പോൾ ഞാൻ ബ്രഷ് ചെയ്യട്ടെ. നമ്മുടെ ബ്രഷിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഉറങ്ങാനായിട്ട് പോവാം. അപ്പൊ നമ്മളുടെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. ഇപ്പൊ രാത്രി ഒരു 10:30 ആയിട്ടോ. അപ്പൊ നമ്മൾ കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇപ്പോഴും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്ലീസ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ, സീ യു.